രൂപതകളിലൂടെ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നത് സീറോ മലബാർ സഭയിലെ പാലക്കാട് രൂപതയുടെ ചരിത്രവിശേഷങ്ങളാണ്. 1974 ജൂൺ 20 പാലക്കാട് രൂപത സ്ഥാപിതമാകുന്നത്. തൃശ്ശൂർ രൂപത വിഭജിച്ചാണ് പാലക്കാട് രൂപത സ്ഥാപിതമായിട്ടുള്ളത്. തലശ്ശേരി രൂപതയുടെ ഏതാനും ദേവാലയങ്ങൾ കൂടി ഈ രൂപതയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എങ്കിലും എറണാകുളം അതിരൂപതയുടെ ഒരു സഫർഗൻ രൂപതയായിരുന്നു ഇത് എന്നാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. രൂപതാ ചരിത്രം, അജപാലനം, വിദ്യാഭ്യാസം, ആതുര സേവനം, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വിവിധ വൈദികരുടെ വാക്കുകളിലൂടെ നമുക്ക് തിരിച്ചറിയാം. ലിയോ 13 പാപ്പ 1887 മെയ് 20 ഖോദ് യാം പ്രീതം എന്ന ഒരു അപ്പസ്തോലിക്ക ബൂള വഴിയായിട്ട് വരാപ്പുഴയുടെ കീഴിലുണ്ടായിരുന്ന സുറിയാനി ക്രൈസ്തവരെ തിരിച്ച് 2 വികാരിയാത്തുകളായിട്ട് സ്ഥാപിച്ചു. ഒന്ന് തൃശ്ശൂരും ഒന്ന് കോട്ടയവും. തൃശ്ശൂരിൽ നിന്ന് എണ്ണക്കച്ചവടത്തിനായിട്ട് വന്നിരുന്ന ആളുകൾ, അത് പൊള്ളാച്ചിയിലും കോയമ്പത്തൂരും എണ്ണക്കച്ചവടത്തിനായിട്ട് പോയിരുന്നവർ ഈ വഴിയിലൂടെയാണ് പോയിരുന്നത്. വടക്കഞ്ചേരി നെന്മാറകുടി പോകുമ്പോൾ അവർക്കൊരു ഇടത്താവളമായിരുന്നു മേലാർക്കോട് എന്ന് പറയുന്ന സ്ഥലം. ഈ മേലാർക്കോട് പിന്നീട് കുറേ പേര് അവിടെ താമസമാക്കി. കൃഷിസ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് കണ്ടപ്പോൾ അവർ കുറേ പേര് അവിടെ സ്ഥലം വാങ്ങിച്ച് കൃഷി ചെയ്യാൻ അവിടെ കൃഷി ചെയ്ത് താമസമാക്കി. അങ്ങനെ അവരവിടെ ഒരു ചെറിയ പള്ളി സ്ഥാപിച്ചു. പിന്നീട് ഈ സ്ഥലമൊക്കെ വരാപ്പുഴയുടെ കീഴിലാണെന്നുള്ളപ്പോൾ ഔദ്യോഗികമായിട്ട് വരാപ്പുഴയുടെ കീഴിലായതുകൊണ്ട് അവിടെ വരാപ്പുഴയിൽ നിന്നുള്ള അച്ഛന്മാരാണ് ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. ഒരു മൂപ്പച്ചൻ ഉണ്ട്. ആ മൂപ്പച്ചനാണ് അവർക്ക് കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുത്തത്. ഈ മേലാർക്കോടുള്ള നിവാസികൾക്ക് വളരെ സ്നേഹമായിരുന്നു അദ്ദേഹത്തോട്. അതിൻ്റെ പേരിൽ അവിടെ പള്ളിയിലെ പെരുന്നാൾ ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ പോലും മൂപ്പച്ചൻ്റെ ദിവസമായിട്ടൊരു ദിവസം അവർ കൊണ്ടാടും. തിരുനാളുകളുടെ അവസാനത്തെ ദിവസം മൂപ്പച്ചൻ്റെ അനുസ്മരണ ദിവസമായിട്ടാണ് അവർ കൊണ്ടാടാറുള്ളത്. അപ്പോൾ ഇതാണ് ഒരു അവസ്ഥ. മറ്റൊന്ന്, തൃശ്ശൂർ വികാരിയത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളായ പാലക്കാടും അതുപോലെ തന്നെ കോയമ്പത്തൂരും ധാരാളം മലയാളികൾ, സുറിയാനി ക്രിസ്ത്യാനികളുണ്ട്. അവരുടെ ഈ അജപാലന കാര്യങ്ങളിലേക്ക് സഭ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് വന്നതോടുകൂടി റോമിലേക്ക് നിവേദനങ്ങൾ അയച്ചു. അങ്ങനെ നിവേദനങ്ങളും എഴുത്തുകുത്തുകളൊക്കെ നടന്നിട്ടും കാര്യമുണ്ടായില്ല. ആലപ്പാട്ട് പിതാവ് വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചു. എടുത്തു പറയാനൊരു കാര്യം, തൃശ്ശൂരിൻ്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ നിന്ന് ഇതുപോലെ തന്നെ എണ്ണക്കച്ചവടത്തിലൊക്കെ വഴി ധാരാളം ആളുകൾ ഇവിടെ പാലക്കാട്ടേക്ക് വരികയുണ്ടായി. അതിന് ഈ എണ്ണയ്ക്കുള്ള പ്രത്യേകത, നല്ല ശുദ്ധമായ എണ്ണ അമ്പലങ്ങളിൽ അവർക്ക് വിളക്ക് തെളിക്കാൻ ശുദ്ധമായ എണ്ണ വേണമെന്നുള്ളതൊക്കെ ഒരു കാഴ്ചപ്പാടാണ് അവർക്കുണ്ടായിരുന്നു. ഏതായാലും അത് മാത്രമല്ല, ഒരു ബിസിനസ് ലൈനിൽ തന്നെ അവരിവിടെ വന്നു. കുറേ പേര് ഇവിടെ അവർക്കൊരു കോട്ടപ്പടി പ്രദേശത്തു നിന്നാണ് അവർ വരുന്നത്. അപ്പോൾ കോട്ടപ്പടി പള്ളി തന്നെ ഇവർക്ക് സ്ഥല സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ അവരിവിടെ വലിയങ്ങാടിയിൽ സ്ഥലം വാങ്ങിച്ചു. ആ സ്ഥലത്ത് ഒരു കെട്ടിട സമുച്ചയം തന്നെ അവർ പണി തീർത്തു. അതിൽ ഒരു ഹാള് പള്ളി കാര്യങ്ങൾക്ക് വേണ്ടി അവർ മാറ്റിവെച്ചു. അങ്ങനെ ആ പള്ളിക്ക് സെൻറ്റ് ലാസറസ് ചർച്ച് വലിയങ്ങാടി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ബോർഡുണ്ട്, ഇന്നുണ്ട് ആ സംഗതി അവിടെ. അപ്പോൾ അവിടെ മേലെയുള്ള ആ ഒരു ഹാളിൽ മേലാർക്കോട് നിന്ന് ചിലപ്പോൾ അച്ഛന്മാർ വന്ന് കുർബാന അർപ്പിക്കാറുണ്ട്, തൃശ്ശൂരിൽ നിന്ന് വന്ന് അർപ്പിക്കാറുണ്ട്. ഇതൊക്കെ ഇങ്ങനെയുള്ള ചരിത്രമൊക്കെ സൂചിപ്പിച്ച് ഇവിടുന്ന് നിവേദനങ്ങൾ അർപ്പിക്കുകയുണ്ടായി ജോർജ് ആലപ്പാട്ട് പിതാവ്. ആ നിരന്തരമായ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 1955 ഏപ്രിൽ 29 പോപ്പ് പയസ് 12 ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു ബൂള ഇറക്കി. ആ ബൂള, ആ കൽപ്പന പ്രകാരം ഇവിടെ ഒരു എക്സ്റ്റൻഡ് ഏരിയ, അതായത് പാലക്കാടും ഒപ്പം തന്നെ കോയമ്പത്തൂർ ഭാഗത്തുള്ള ക്രിസ്ത്യാനികളുടെ അജപാലന കാര്യങ്ങൾക്കായിട്ട് ഈ ഭാഗങ്ങളെല്ലാം തൃശ്ശൂർ രൂപതയോട് ചേർക്കപ്പെട്ടു. സേപ്പെ ഫിദേലസ് എന്നുള്ള ആ ബൂളയുടെ പേര് തന്നെ.
അങ്ങനെ ഇവിടെ ഈ ഏരിയ എല്ലാം ഇവിടെ കിട്ടിയപ്പോൾ, ഈ പ്രദേശത്ത് കിട്ടിയപ്പോൾ ഇവിടെ സക്രിയാസ് വാഴപ്പള്ളി, മോൺസിഞ്ഞോർ സക്രിയാസ് വാഴപ്പള്ളിയെ ചാർജ് ഡി അഫയേഴ്സായിട്ട് ജോർജ് ആലപ്പാട്ട് പിതാവ് നിശ്ചയിച്ചു. അദ്ദേഹം ഇവിടുത്തെ പള്ളികളെല്ലാം വന്ന് ചെന്ന് കണ്ടു. അങ്ങനെ അദ്ദേഹം ശരിയായിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കി. ആ റിപ്പോർട്ട് പ്രകാരം അതിൻ്റെ അഭ്യർത്ഥന ഇവിടെ ഒരു രൂപത സ്ഥാപിച്ചാൽ മാത്രമേ ഈ പ്രദേശത്തുള്ളവർക്ക് യഥാർത്ഥത്തിലുള്ള അജപാലന സൗകര്യങ്ങൾ ഉണ്ടാകൂ എന്ന് വന്നപ്പോൾ അതിൻ്റെ രൂപരേഖ തയ്യാറാക്കി ഇവിടെ നിന്ന് അയക്കുകയുണ്ടായി. ആലപ്പാട്ട് പിതാവിന് ശേഷം വന്നത് തൃശ്ശൂർ ബിഷപ്പ് വന്നത് ജോസഫ് കുണ്ടുകുളം പിതാവാണ്. ജോസഫ് കുണ്ടുകുളത്തിനും ഈ കാര്യങ്ങൾ വളരെ ബോധ്യപ്പെട്ടു. അദ്ദേഹം ഇതുപോലെ തന്നെ രൂപതയ്ക്ക് വേണ്ടിയുള്ള കരുനീക്കങ്ങൾ നടത്തി. കുണ്ടുകുളം പിതാവും റോമിലേക്ക് നിവേദനങ്ങൾ അയച്ചു. കുണ്ടുകുളം പിതാവിൻ്റെ നിരന്തരമായ അഭ്യർത്ഥനയും ഇവിടെ നിന്നുള്ള നിവേദനങ്ങളൊക്കെ മനസ്സിലാക്കിയ റോം 1974 ജൂൺ 20 അപ്പസ്തോലിക്കോ റെക്കോറന്തെ എന്ന അപ്പസ്തോലിക പ്രബോധന ഡോക്യുമെൻറ്റിലൂടെ പാലക്കാട് രൂപതയ്ക്ക് തുടക്കം കുറിച്ചു. ആദ്യ ബിഷപ്പായിട്ട് നിയമിതനായത് അന്ന് തൃശ്ശൂർ രൂപതയിലെ വികാരി ജനറലായിരുന്ന ഐപ്പ് ഇരുമ്പൻ, ജോസഫ് ഇരുമ്പൻ അച്ഛനെയാണ്. 1974 സെപ്റ്റംബർ 8 മേഴ്സി കോളേജ് ഓഡിറ്റോറിയത്തിൽ ഗ്രൗണ്ടിൽ വെച്ച് പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റേജിൽ വെച്ചാണ് പിതാവിൻ്റെ മെത്രാഭിഷേകം നടന്നത്. ഇവിടെ മെത്രാന് താമസിക്കാൻ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ കത്തീഡ്രൽ പള്ളിയുടെ മുകളിൽ, കത്തീഡ്രൽ പള്ളിയുടെ പ്രസ്പെക്റ്ററിയുടെ മുകളിൽ ഒരു താൽക്കാലികമായ റൂം തയ്യാറാക്കി, 3 റൂം തയ്യാറാക്കി അവിടെയായിരുന്നു ബിഷപ്പും അതുപോലെ സെക്രട്ടറിയും താമസിച്ചിരുന്നത്. ഒരു റൂമിൽ ബിഷപ്പ്, മറ്റു റൂമിൽ സെക്രട്ടറി, വേറെ റൂമിലാണ് ഓഫീസ് കാര്യങ്ങളൊക്കെ നടത്തിയത്. ചെറിയ വീട് പോലെ കണക്കാക്കാം അതിനെ. പിന്നീട് പിതാവ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ കഞ്ചിക്കോട് കുറച്ച് സ്ഥലം വാങ്ങിച്ച് അവിടെ ചെറുതായ ഒരു സംവിധാനത്തോടു കൂടി ഒരു ചെറിയ ബിൽഡിംഗ് പണിതു. അതും വളരെ അകലെയായി പോയതുകൊണ്ട് ആളുകൾക്ക് വരാനും മറ്റു സൗകര്യമില്ലാത്തതുകൊണ്ട് ഒരു പുതിയ സ്ഥലം കണ്ടെത്തി. അത് നമ്മുടെ ഇപ്പോഴത്തെ പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് തൊട്ട് സമീപമായിട്ടുള്ള ഒരു പഴയ വീടായിരുന്നു. വീട് കൂടിയ സ്ഥലം അത് ക്രമീകരിച്ച് ഒരു ബിഷപ്പിന് അല്ലെങ്കിൽ രൂപത കാര്യാലയത്തിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തി. അതാണ് ഒരു ചെറിയ രൂപം, പാലക്കാട് രൂപതയിലെ ചെറിയ രൂപം. പാലക്കാട് രൂപതയുടെ ആരംഭം തന്നെ 1800കളിൽ തൃശ്ശൂർ രൂപതയിൽ നിന്നും കാർഷിക ആവശ്യത്തിനും വാണിജ്യപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പൊള്ളാച്ചിക്ക് പോകുന്ന ആൾക്കാർ മേലാർകോട് ഭാഗത്ത് കുറേയേറെ പേര് വന്ന് താമസിച്ചിരുന്നു. 1926കളിൽ 26 വർഷത്തിൽ മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ ഭാഗത്ത് കുടിയേറ്റം വളരെ ശക്തമായിട്ടുണ്ടാവുകയും അവിടെ ഒത്തിരിയേറെ ആൾക്കാർ വന്ന് താമസിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ 1940കളിലും 50കളിലും ശക്തമായ കുടിയേറ്റം വടക്കഞ്ചേരി, എളവമ്പാടം, കുറായി തുടങ്ങിയ സ്ഥലങ്ങളിൽ ശക്തമായിട്ടുണ്ടാവുകയും അട്ടപ്പാടി പ്രദേശങ്ങളിലേക്കും ധാരാളം പേര് താമസം വരികയും ചെയ്തു. ഇവിടെയെല്ലാം അജപാലനകരമായ ദൗത്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരുന്നത് കാഞ്ഞിരപ്പുഴ ഭാഗത്ത് തലശ്ശേരി രൂപതയിൽ നിന്നും മറ്റു ഭാഗങ്ങളിൽ തൃശ്ശൂർ രൂപതയിൽ നിന്നുമുള്ള വൈദികരായിരുന്നു. പ്രത്യേകിച്ച് കുടിയേറ്റ മേഖലകളിൽ ഒത്തിരിയേറെ ദാരിദ്ര്യം ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. അവർക്ക് ആവശ്യമുള്ള ഭൗതികമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതോടൊപ്പം തന്നെ റോഡുകൾ, അതുപോലെ തന്നെ പാലങ്ങൾ, ചെറിയ ചെറിയ വീടുകളൊക്കെ നിർമ്മിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ ആത്മീയ സൗകര്യത്തോടൊപ്പം തന്നെ ആത്മീയമായ നോട്ടത്തോടൊപ്പം തന്നെ ഭൗതികമായ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുവാനായിട്ട് പിതാവ് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ ഇരുമ്പൻ പിതാവിൻ്റെ ആ 20 വർഷത്തെ ശുശ്രൂഷ അവസാനിക്കുമ്പോഴേക്കും പാലക്കാട് രൂപതയിൽ 140-ൽ പരം ദേവാലയങ്ങൾ രൂപീകരിക്കപ്പെടുകയുണ്ടായി. പിന്നീട് 1997 രൂപതയുടെ 2ാമത്തെ മെത്രാനായിട്ട് മാർ ജേക്കബ് മരത്തോടത്ത് പിതാവ് ചാർജ് എടുത്തു. തുടർന്ന് ഓരോ ഇടവകയുടെയും പ്രത്യേകമായ സാഹചര്യങ്ങളെ മനസ്സിലാക്കി അജപാലനപരമായ
ക്രമീകരണങ്ങൾ ചെയ്യുവാനായിട്ട്, പ്രത്യേകിച്ച് ദേവാലയങ്ങളെല്ലാം ആദ്യകാലത്ത് പണിതത് വളരെ ചെറുതായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ അത് സാധിക്കുമായിരുന്നുള്ളൂ. പക്ഷേ ദേവാലയങ്ങളൊക്കെ പുതുക്കി പണിയുവാനായിട്ട് എനിക്ക് തോന്നുന്നു പാലക്കാട് രൂപതയുടെ എല്ലാ ദേവാലയങ്ങളും തന്നെ ആ കാലഘട്ടത്തിൽ പുതുക്കി പണിയാൻ സാധിച്ചു. വിശ്വാസ പരിശീലനത്തിന് വേണ്ടി ഹാളുകൾ, ചെറിയ ചെറിയ ക്ലാസ് റൂമുകൾ സജ്ജീകരിക്കുവാനായിട്ട് അദ്ദേഹം മുന്നിട്ടിറങ്ങി. അതോടൊപ്പം തന്നെ എല്ലാ വൈദികരുമായിട്ട് വ്യക്തിപരമായി ബന്ധം സ്ഥാപിക്കുവാനും ഈ അജപാലനപരമായ എല്ലാ ശുശ്രൂഷകളും കൂടുതൽ ഉണർവോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് വൈദികരുമായി നിരന്തരമായി സമ്പർക്കം പുലർത്തുവാനുമായിട്ട് അഭിയുന്ന പിതാവ് പ്രത്യേകമായിട്ട് പരിശ്രമിച്ചു. തുടർന്ന് പാലക്കാട് രൂപതയുടെ 3ാമത്തെ മെത്രാനായ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവ് സ്ഥാനമേൽക്കുകയും അദ്ദേഹവും ഇരുമപിതാവിൻ്റെ തീഷ്ണതയും ലാളിത്യവും മുന്നിൽ നിർത്തിക്കൊണ്ട് ജേക്കബ് പിതാവിൻ്റെ ആ പൈതൃകമായ സ്നേഹവും കരുതലുകളുമൊക്കെ തന്നോട് കൂട്ടിച്ചേർത്തുകൊണ്ട് അവരുടെ രണ്ടുപേരുടെയും പ്രവർത്തന ശൈലികളിൽ ഒരുമിച്ച് ചേർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടമാണ് പാലക്കാട് രൂപതയുടെ സുവർണ്ണ ജൂബിലി കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം ലഭിച്ചത്. പാലക്കാട് രൂപതയുടെ സുവർണ്ണ ജൂബിലി എന്ന് പറയുന്നത് ഈ കുടിയേറ്റ മേഖലയിലെ പാലക്കാട് ജനതയുടെ ഒരു സുവർണ്ണ ജൂബിലി കൂടി തന്നെയാണ്. കാരണം ആ രൂപത സ്ഥാപിതമായതോടുകൂടിയാണ് വലിയ നിലയിലുള്ള കുടിയേറ്റം പാലക്കാട് രൂപതയിൽ ഉണ്ടായത്. അപ്പോൾ കുടിയേറ്റത്തിൻ്റെ കൂടി സുവർണ്ണ ജൂബിലിയായിട്ട് നമുക്കതിനെ കണക്കാക്കാൻ സാധിക്കും. ഭൗതികവും ആത്മീയവുമായ വളർച്ച, അജപാലനമായ വളർച്ചയെല്ലാം ഈ കാലഘട്ടത്തിൻ്റെ വലിയ സംഭാവനയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടക്കുന്നത് ധോണിയിൽ സ്ഥാപിതമായ ഒരു ITI, ക്രിസ്റ്റഫർ ITI കൂടിയാണ്. അന്ന് അവിടെ 3 കോഴ്സുകൾ അവർ തുടങ്ങിയത്: ഇലക്ട്രിക്കൽ, പ്ലംബിങ്, ഒപ്പം തന്നെ മോട്ടോർ മെക്കാനിക്ക്. അതായിരുന്നു ആദ്യ ചുവടുവയ്പ്. തുടർന്നാണ് നമ്മൾ കൂടുതൽ അത് വിശാലമാക്കുവാനായിട്ട് വടക്കഞ്ചേരിയിൽ നമ്മൾ വിസ്തൃതമായ ഒരു സ്ഥലം വാങ്ങുകയും അവിടെ സെൻറ്റ് മേരീസ് ITI ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കാണുന്നത് ഏറ്റവും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, സെൻറ്റ് മേരീസ് പോളിടെക്നിക് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമാകുന്നത്. പാലക്കാട് രൂപത ഇന്ന് അഭിമാനത്തോടു കൂടിയിട്ട് ടെക്നിക്കൽ മേഖലയിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അത് പാലക്കാട് മാത്രമല്ല, തൃശ്ശൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുട്ടികൾ വന്ന് പഠിക്കുന്ന, ഒപ്പം തന്നെ പല തരത്തിലുള്ള കോഴ്സുകൾ അവരെ AICTയുടെ കീഴിൽ NCVTയുടെ പെർമിഷനോടുകൂടി ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നീട് സ്ഥാപിതമായതാണ് അതുപോലെ തന്നെ നമുക്ക് കാഞ്ഞിരപ്പുഴ ITI, സെൻറ്റ് തോമസ് ITI. അവിടെ ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് ഇന്ന് ഏറ്റവും നല്ല ഒരു ജോലി സാധ്യതയുള്ള കോഴ്സാണ്. ആ കോഴ്സ് ഏറ്റവും ഭംഗിയായിട്ട് നടക്കുന്നു. ഒപ്പം തന്നെ അവിടെയും പ്ലംബിങ്ങും ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ കോഴ്സുകൾ അവിടെയും നടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ടെക്നിക്കൽ മേഖലയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനം. പ്രൊഫഷണൽ മേഖലയിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു സ്ഥാപനമാണ് യുവക്ഷേത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്. 2500 കുട്ടികളെ പഠിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഏറ്റവും മികച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ്. 2005 ഹോട്ടൽ മാനേജ്മെൻറ്റോടുകൂടി തുടങ്ങി നമ്മൾ അതിനുശേഷം 2012 നമ്മൾ ആർട്സ് ആൻഡ് സയൻസിലേക്ക് തിരിഞ്ഞു. ഇന്ന് 4 PG കോഴ്സുകളും 14 UG കോഴ്സുകളുമായിട്ട് ഇത്രയും വലിയ സ്ഥാപനം നമ്മുടെ രൂപതയ്ക്ക് നൽകാവുന്ന, വിദ്യാഭ്യാസ രംഗത്ത് നൽകാവുന്ന ഏറ്റവും വലിയ സാന്നിധ്യമാണ് യുവക്ഷേത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്. അതുപോലെ തന്നെ നമ്മൾ ആയുർവേദ രംഗത്ത് വലിയ ഒരു സംഭാവന കൊടുത്താണ് ആയുർപാലന്. അവിടെയുള്ള പഞ്ചകർമ്മ നഴ്സിംഗ് കോളേജ് കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന നഴ്സിംഗ് കോളേജ്, നമ്മുടെ രൂപതയുടെ പേരിൽ തന്നെ സാൻജോ നഴ്സിംഗ് കോളേജ്, അതിനോട് ചേർന്ന് തന്നെയുള്ള സാൻജോ ഫാർമസ്യൂട്ടിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, നമുക്കറിയാം അത് B.Pharm-ഉം M.Pharm-ഉം കൊടുക്കുന്ന, റാങ്കുകൾ കരസ്ഥമാക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കലാലയമാണത്. അവിടെ തന്നെ സാൻജോ സെൻട്രൽ സ്കൂളുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് മംഗൾ ഡാമിൽ നമ്മൾ രൂപത ഏറ്റെടുത്തിരിക്കുന്ന സെൻറ്റ് സേവിയേഴ്സ് സെൻട്രൽ സ്കൂള്. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂള് മുതൽ നമുക്ക് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ മേഖലയിലേക്ക്, പ്രൊഫഷണൽ മേഖലയിലേക്ക് എല്ലാം ധാരാളം കുടുംബങ്ങളെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ പാലക്കാട് രൂപതയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുട്ടികൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പ്.
എനിക്ക് തോന്നുന്നു 90% മാർക്ക് കിട്ടുന്ന എല്ലാ കുട്ടികൾക്കും ഫുൾ സ്കോളർഷിപ്പ് കൊടുത്തിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. 3ാമത്തെ കുഞ്ഞുങ്ങൾക്ക് ഹാഫ്, 4ാമത്തെ കുഞ്ഞുങ്ങൾക്ക് ഫുൾ ഫ്രീ. നമ്മുടെ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും സഹായമാകുന്ന വിധത്തിലാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ നമ്മൾ കരുപിടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, നമുക്ക് നമ്മുടെ കുട്ടികൾ പഠിക്കാൻ മിടുക്കരായ എന്നാൽ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളെ പ്രത്യേകം തിരഞ്ഞെടുത്ത് നമ്മൾ അവരെ ഉന്നതമായിട്ടുള്ള പഠനങ്ങൾക്ക് IAS ആകാം, അല്ലെങ്കിൽ ലോയാകാം, അങ്ങനെയുള്ള പഠനങ്ങൾക്കായിട്ട് ഒരുക്കുന്ന ഏറ്റവും മനോഹരമായൊരു സെൻ്ററാണ് സ്റ്റാർസ്. പാലക്കാട് രൂപത നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് ഇതെല്ലാം. ആഗോള കത്തോലിക്കാ സഭയുടെ ഒരു പ്രാദേശിക ഘടകമെന്ന നിലയിൽ പാലക്കാട് രൂപതയും ആതുര ശുശ്രൂഷ മേഖലയിൽ അഭിമാനകരവും ഏറെ അഭിനന്ദനാർഹവുമായ ശുശ്രൂഷകളാണ് കഴിഞ്ഞ നാളുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാലക്കാടിൻ്റെ കേന്ദ്രസ്ഥാനത്തുള്ള പാലന ആശുപത്രിയും പാലന ആയുർവേദ ആശുപത്രിയും, അട്ടപ്പാടി കുക്കുംപാളയത്തിലുള്ള സെയിൻറ്റ് പീറ്റേഴ്സ് ഹോസ്പിറ്റൽ, കാഞ്ഞിരപ്പുഴ അസംഷൻ ഹോസ്പിറ്റൽ, കല്ലടിക്കോട് PCM ഹോസ്പിറ്റൽ, മുണ്ടൂർ സെയിൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ, മലമ്പുഴ മദർ ഹെലേന മെമ്മോറിയൽ ഹോസ്പിറ്റൽ, തത്തമംഗലം സെയിൻറ്റ് ഫ്രാൻസിസ് ഹോസ്പിറ്റൽ, വള്ളിയോട് സെയിൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ, സെയിൻറ്റ് ജോസഫ് ആയുർവേദ ഹോസ്പിറ്റൽ, മംഗലണ്ടാം സെയിൻറ്റ് ജോസഫ് ഹോസ്പിറ്റലുകൾ എന്നിവ പാലക്കാട് രൂപത നേരിട്ടോ ഈ രൂപതാതിർത്തിയിലുള്ള സന്യാസ സമൂഹങ്ങളോട് തോളുചേർന്നോ നടത്തുന്ന ആശുപത്രികളാണ്. ഭാവിയിലെ ആരോഗ്യ മേഖലയുടെ മാനുഷിക വിഭവശേഷി ഉറപ്പാക്കുന്നതിനായി പാലക്കാട് രൂപത നേരിട്ട് നടത്തുന്ന വെള്ളാപ്പാറയിലെ സാൻജോ നഴ്സിംഗ് കോളേജും സാൻജോ ഫാർമസി കോളേജും, ഈ രൂപതയിൽ തന്നെ സന്യസ്തരും മറ്റ് സഹോദരങ്ങളും നടത്തുന്ന മെഡിക്കൽ, നഴ്സിംഗ്, പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആരോഗ്യ മേഖലയോടുള്ള പാലക്കാട് രൂപതയുടെ കരുതലിൻ്റെ നേർക്കാഴ്ചകളാണ്. പാലക്കാട് രൂപത കരിസ്മാറ്റിക് നവീകരണം വഴി അനേകർ വചനം വായിക്കാനും വചനം പഠിക്കാനും വചനപ്രഘോഷകരായി മാറാനും കൂദാശ ജീവിതം നയിക്കാനും ആത്മീയ അനുഭവം ജീവിക്കുന്ന അനുഭവമാക്കി മാറ്റാൻ അനേകർക്കിടയാവുകയാണ്. കൂട്ടായ്മയുടെ ഒരു ജീവിതം പാലക്കാട് രൂപതയിൽ ഈ നവീകരണ ശുശ്രൂഷയിലൂടെ സംഭവിക്കുകയാണ്. ജീവിത നവീകരണം വഴി അനേകർ ക്രിസ്തു സാക്ഷികളായിട്ട് ഈ രൂപതയിൽ മാറി. അട്ടപ്പാടിയിലെ സഹിയോൻ ധ്യാന കേന്ദ്രം, സഹിയോൻ ടൗൺ മിനിസ്ട്രി, മുണ്ടൂര് സീനായി ധ്യാന കേന്ദ്രം, ധോണി മരിയൻ റിന്യൂവൽ സെൻറ്റർ, പാലക്കാട് രൂപത കരിസ്മാറ്റിക് നവീകരണ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായ മലമ്പുഴയിലെ നെഹ്മിയ മിഷൻ സെൻറ്റർ എന്നിവയെല്ലാം ഇതിലൂടെ ലഭിച്ച നന്മകളാണ്. ഇടവക പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ സജീവ പങ്കാളിത്തം അന്നു മുതൽ ഇന്ന് വരെ ഈ നവീകരണ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്തു. ഇന്നും അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് വേണ്ടി ക്രിസ്ത്യൻ ധ്യാനങ്ങൾ, യുവാക്കന്മാർക്ക് വേണ്ടിയുള്ള ധ്യാനങ്ങൾ, കൗൺസിലിംഗ് ശുശ്രൂഷകൾ, മുതിർന്നവർക്ക് വേണ്ടിയുള്ള സീനിയർ സിറ്റിസൺ കൂട്ടായ്മകൾ, അമ്മമാർക്ക് വേണ്ടിയുള്ള മിനിസ്ട്രികൾ, ഏകസ്ഥർക്ക് വേണ്ടിയുള്ള മിനിസ്ട്രികൾ, വൈദികർക്കും സന്യാസർക്കും വേണ്ടിയുള്ള നവീകരണ പ്രവർത്തനങ്ങൾ, വീട്ടിൽ പ്രാർത്ഥനാപൂർവ്വം സമയം ചെലവഴിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ജപമാല കെട്ടുന്ന ജപമാല സഖ്യസേന ശുശ്രൂഷകൾ, യേശുവിനെ അറിയാൻ താല്പര്യമുള്ളവർക്ക് സൗജന്യമായി വിശുദ്ധ ഗ്രന്ഥം വിതരണം ചെയ്യുന്ന ശുശ്രൂഷകൾ, ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നവ്യമായ ഒരു അഭിഷേക കാരണമായി ഈ രൂപതയിൽ സംഭവിക്കുകയാണ്. കഴിഞ്ഞ 50 വർഷത്തെ പാലക്കാട് രൂപതയുടെ കരിസ്മാറ്റിക് നവീകരണ രംഗവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഈ സുവർണ ജൂബിലി വേളകളിൽ പ്രത്യേകമായിട്ടും ദൈവത്തിന് നന്ദി പറയേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അഭിമന്യ പിതാക്കന്മാർ മാർ ജോസഫ് ഇരുവൻ പിതാവ്, മാർ ജേക്കബ് മനത്തോടത്ത് പിതാവ്, മാർ പീറ്റർ കൊച്ചുപെരയ്ക്കൽ പിതാവ്,
ഈ നവീകരണ ശുശ്രൂഷയെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ, അതുപോലെ പ്രത്യേകമായ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടിയ പ്രാർത്ഥനകൾ, ആത്മായ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കുന്നത്, ഇതെല്ലാം ഈ പിതാക്കന്മാരുടെ വലിയ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ലോകമറിയുന്ന ശുശ്രൂഷകൾ ഈ പാലക്കാട് രൂപതയിൽ നിന്നും നവീകരണ പ്രസ്ഥാനങ്ങളിലൂടെ ഉണ്ടാകാനായിട്ടിടയായത്. ഈ അവസരത്തിൽ ഈ രൂപതയിലെ നവീകരണ പ്രവർത്തനങ്ങൾ ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. പീപ്പിൾസ് സർവീസ് സൊസൈറ്റി പാലക്കാട് ആരംഭിക്കുന്നത് 1978-ലാണ്. 1974-ലാണ് രൂപത സ്ഥാപിതമായത്. 4 വർഷങ്ങൾക്ക് ശേഷം PSSP ഔദ്യോഗിക സാമൂഹിക സേവന വിഭാഗമായി ചാരിറ്റബിൾ ഓർഗനൈസേഷനായി 55/78 എന്ന നമ്പറിൽ പാലക്കാട് ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രധാനമായിട്ട് ഞങ്ങൾ ചെയ്തത് സ്ത്രീകളുടെ ചെറിയ കൂട്ടായ്മകൾ രൂപീകരിക്കുക, സ്വയം സഹായ സംഘങ്ങൾ അഥവാ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. അത് പാലക്കാട് ജില്ലയിൽ പലയിടത്തും ഞങ്ങൾ സ്ഥാപിച്ചു. എന്നിട്ട് ആ സംഘത്തെ വളർത്തിക്കൊണ്ടുവന്നു. പ്രധാനമായിട്ടും ചെയ്തത് ആ സംഘത്തെ അവർക്ക് ഒരു സമ്പാദ്യശീലം വളർത്തിയെടുക്കുക, അവർക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ട്രെയിനിങ്ങുകൾ കൊടുക്കുക. അപ്പോൾ സമ്പാദ്യശീലം വളർത്തിയെടുത്തിട്ട് ആ സമ്പാദ്യം ഏതെങ്കിലും ബാങ്കുകളിലേക്ക് നിക്ഷേപിക്കുമ്പോൾ ആ നിക്ഷേപ തുകയുടെ 4 ഇരട്ടി അവർക്ക് ലോൺ ബാങ്ക് അനുവദിക്കുന്ന ഒരു രീതിയാണ്. അത് ഇന്നും കൃത്യമായിട്ട് ഞങ്ങൾ അത് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പിന്നെ സേവ് എ ഫാമിലി പ്ലാൻ, കാനഡ ബേസ്ഡ് ആയിട്ടുള്ള, കാനഡയിലുള്ള സേവ് എ ഫാമിലി പ്ലാൻ എന്ന ഏജൻസിയുമായി ചേർന്ന് ജില്ലയിലെ 300 സ്ത്രീകൾക്ക് 6 വർഷം കൂടുമ്പോൾ 300 സ്ത്രീകളെ ദത്തെടുത്ത്, പാവപ്പെട്ടവരായ നിർധനരായ സ്ത്രീകളെ ദത്തെടുത്ത് അവർക്ക് 6 വർഷത്തേക്ക് തുടർച്ചയായി ഒരു സഹായം, സാമ്പത്തിക സഹായം നൽകുകയും അതോടൊപ്പം തന്നെ ഇൻകം ജനറേറ്റിംഗ് പ്രോഗ്രാം IGP എന്ന് പറയും, അവരുടെയും കൂടെ അധ്വാനവും അവരുടെയും കൂടെ സമ്പാദ്യവും കൂട്ടിവെച്ച് വളരെ നിർധനരായിരുന്നവരെ പിന്നീട് സ്വന്തം കാലിൽ നിൽക്കാൻ ത്രാണിയുള്ളവരാക്കി തീർക്കുന്ന ഒരു പദ്ധതി വർഷങ്ങളായിട്ട് PSSP ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും അത് കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നു. ഗ്രാമീണ സ്ത്രീകളെയാണ് ഈ തരത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങൾക്ക് സഹായിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കർഷകരുടെ JLG, ജോയിൻ്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ, കർഷകർ 4 പേർ ചേർന്നൊരു ഗ്രൂപ്പ് ഇതുപോലെ സ്ഥാപിക്കുന്നു. ആ ഗ്രൂപ്പിനെ ലോൺ ഞങ്ങൾ PSSP റെക്കമെൻഡ് ചെയ്യുന്നു. അങ്ങനെ കാർഷിക ആവശ്യങ്ങൾക്ക് ലോൺ എടുത്ത് കൃത്യമായി കൃഷികളെല്ലാം ചെയ്ത് അതിലൂടെയും സമ്പാദ്യശീലം പുരുഷന്മാരും സ്ത്രീകളും PSSP വഴി സ്വന്തമാക്കുന്നു എന്നുള്ളത് വളരെ വലിയ നേട്ടമാണ്. അതുപോലെ തന്നെ JSS, ജൻ ശിക്ഷൻ സൻസ്ഥാൻ പാലക്കാട്, അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓഫീസാണത്. ഒരു മിനിസ്ട്രി ഓഫ് സ്കിൽ ആൻഡ് ഡെവലപ്മെൻറ്റ് കീഴിൽ വരുന്ന ഒരു ഏജൻസിയാണ്, അതൊരു ഓഫീസാണ്. അതുവഴി ഓരോ വർഷവും 1800 സ്ത്രീകൾക്ക് സ്കില്ല് പഠിപ്പിച്ചു കൊടുക്കുകയും ദേശീയ തലത്തിൽ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുകയും അതിൽ തന്നെ പരിശീലനം കിട്ടിയ പലരും പിന്നീട് നല്ല സംരംഭകരായിട്ട് മാറുകയും നാഷണൽ ലെവലിൽ, ദേശീയ തലത്തിൽ പല വിധത്തിലുള്ള അവാർഡുകൾ ഏറ്റുവാങ്ങുന്ന സാഹചര്യമൊക്കെ അടുത്ത കാലത്തുണ്ടായത് വളരെ അഭിമാനത്തോടു കൂടെ ഞങ്ങൾ ഓർക്കുകയാണ്. അങ്ങനെ പാലക്കാട് ജില്ലയിൽ നോക്കിയാൽ ഒരുപാട് സ്ത്രീകളിലേക്ക് കുടുംബശ്രീ, സർക്കാരിൻ്റെ ഈ കുടുംബശ്രീ എന്ന് പറയുന്ന സംവിധാനമെല്ലാം വന്നിട്ട് 25 വർഷങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷേ 45 വർഷങ്ങളായിട്ട് PSSP ഈ സ്ത്രീകളെ സാമുദായികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ശാക്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 45 വർഷങ്ങളായിട്ട് PSSP ഇത്തരത്തിലുള്ള സാമൂഹിക ഇടപെടലുകൾ നടത്തിക്കൊണ്ടുവരികയാണ്. മഴവെള്ളത്തെ ശേഖരിക്കുകയും സംഭരിക്കുകയും ചെയ്യുന്ന വലിയൊരു പ്രക്രിയ കഴിഞ്ഞ ഏതാനും കുറേ നാളുകളായിട്ട് PSSP ചെയ്യുന്നുണ്ട്. അതിന് ദേശീയ തലത്തിൽ ഞങ്ങൾക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും വളരെ സന്തോഷത്തോടു കൂടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ സോളാർ പവറിനെ കൂടുതലായിട്ട് ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയും അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലങ്ങളിൽ ഈ സോളാർ എനർജി എല്ലാ വീടിൻ്റെയും മുകളിൽ സോളാർ എനർജി സ്ഥാപിക്കുക, അല്ലെങ്കിൽ സോളാർ എനർജിയിലേക്ക് മാറുക, കേന്ദ്രത്തിൻ്റെ സബ്സിഡി ഉണ്ട്. ആ സബ്സിഡി തുകയോടുകൂടെ എല്ലാ വീടുകളിലേക്കും ഈ ഒരു പദ്ധതിയിലേക്ക് എല്ലാവരെയും പങ്കാളികളാക്കുക എന്നുള്ള ഒരു വലിയ പ്രക്രിയയും ഞങ്ങളിപ്പോൾ ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
കഴിഞ്ഞ 50 വർഷം കാലാകാലങ്ങളിൽ അനുയോജ്യമായ മാധ്യമ പ്രവർത്തനങ്ങളിലൂടെ പാലക്കാട് രൂപത അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തിയിട്ടുണ്ട്. പാലക്കാട് രൂപതയിൽ നോക്കുമ്പോൾ ഒരുപാട് മാധ്യമരംഗത്ത് ഉണ്ടായിട്ടുള്ള വളർച്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. പാലക്കാട് രൂപതയിൽ ജോസഫ് ഇരുമ്പൻ മെമ്മോറിയൽ പ്രസ് പാലക്കാട് രൂപതയുടെ അച്ചടി രംഗങ്ങളിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. പാലക്കാട് രൂപതയിലെ ജനങ്ങളെ പ്രബോധകരാക്കുവാനായിട്ട് പാലക്കാട് രൂപതയിൽ നിന്നും എല്ലാ മാസവും ഇറങ്ങുന്ന ജനപ്രകാശം എന്ന പത്രം അത് വളരെ കാര്യക്ഷമമായിട്ട് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പാലക്കാട് രൂപതയിലെ മക്കൾക്ക് കുർബാന പാട്ടുകൾ പഠിക്കുവാനായിട്ട് ഹിംസ് അക്കാഡമി എന്ന പേരിൽ ഒരു മ്യൂസിക്കൽ അക്കാഡമി ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. അത് ഒരുപാട് ഇൻ്റർനാഷണൽ രംഗങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നും അഫിലിയേഷനുള്ള ഒരു മ്യൂസിക്കൽ അക്കാഡമിയാണ്. ഈ ജൂബിലി വർഷത്തിൽ അതിൻ്റെ ഒരു സിസ്റ്റർ കൺസേൺ എന്ന രീതിയിൽ സാൻജോ അക്കാഡമി ഓഫ് മ്യൂസിക് ആൻഡ് ആർട്സ് എന്ന പുതിയൊരു സ്ഥാപനവും നമുക്ക് ആരംഭിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. പാലക്കാട് രൂപതയിലെ ജനങ്ങൾക്ക് അവരർഹിക്കുന്ന സ്കോളർഷിപ്പുകൾ, അവരർഹിക്കുന്ന ആനുകൂല്യങ്ങൾ, ജോലി സാധ്യതകൾ തുടങ്ങിയ കാര്യങ്ങൾ അറിയിക്കുവാനായിട്ട് ഫ്രെയിം ഫൗണ്ടേഷൻ അതൊരു ഫെസിലിറ്റേഷൻ സെൻ്ററാണ്. അതും ജൂബിലി വർഷത്തിൽ നമ്മൾ ആരംഭിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. പാലക്കാട് രൂപതയിലെ കുർബാനകൾക്ക്, ഒഫീഷ്യലായിട്ടുള്ള കുർബാനകൾക്ക് നേതൃത്വം നൽകുന്ന ഡയോസിഷൻ കൊയറും അതിമനോഹരമായിട്ടുള്ള ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് ഇന്ന് എടുത്തു പറയേണ്ട ഒരു സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. പാലക്കാട് രൂപതയിലെ മീഡിയ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന സാൻജോ മീഡിയ ഈ ജൂബിലി വർഷത്തിൽ പുതിയ ഒരു സ്റ്റുഡിയോയ്ക്ക് ജന്മം നൽകുകയും പുതിയ ഒരു ഓഫീസും സ്റ്റുഡിയോ ആയിട്ട് ഇന്ന് വളരെ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് പാലക്കാട് രൂപതയിലെ ഈ സാൻജോ മീഡിയ അസോസിയേഷൻ. ഇതിൻ്റെ ഭാഗമായിട്ട് സാൻജോ ചാനലും സാൻജോ മീഡിയ ചാനലും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളും ഈ മീഡിയയുടെ ഭാഗത്തിലൂടെ നടന്നു വരുന്നു. നമ്മൾ ഇതുവരെ കണ്ടതും തിരിച്ചറിഞ്ഞതും സീറോ മലബാർ സഭയിലെ പാലക്കാട് രൂപതയുടെ ചരിത്രവിശേഷങ്ങളാണ്. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു രൂപതയുടെ വിശേഷങ്ങളുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും പ്രാർത്ഥനയോടെ നമസ്കാരം.